ഇടയ്ക്ക് ചില ദിവസം പൈസ തികയാതെ വരുമ്പോൾ ഞാൻ പോയിട്ട് രാത്രി അമ്മ കിടന്നുറങ്ങുമ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു മണി പേഴ്സ് തൂവാല കെട്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് 50 രൂപ കൊണ്ട് ഇട്ടു. സിനിമ ആണ്, അമ്മയ്ക്കറിയില്ല. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു പിന്നീട് നമുക്കതൊരു മാനസികമായിട്ടൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആ 50 രൂപയോടുകൂടി നടനായ ആളാണ്. സിനിമ മാത്രമേ ഉള്ളൂ മനസ്സിൽ, അന്നും ഇന്നും സിനിമയേ ഉള്ളൂ. അല്ലാതെ ഞാൻ സിനിമയിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ചിലർ പറഞ്ഞത് റിലീസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ പടം ചെയ്യുമ്പോൾ കാറൊക്കെ വിറ്റ്, പിന്നെ കാറില്ല, ബൈക്കിലാണ്. ലാലേട്ടൻ്റെ ചിത്രം തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞു, ഷെയർനൈസിലാണ് ചിത്രം റിലീസായത്. ഈ സിനിമ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ബെറ്റ് വെച്ച് 101 പ്രാവശ്യം കണ്ട ആളാണ്. 101 പ്രാവശ്യം ചിത്രം കണ്ടു. അപ്പോൾ നാളെ സിനിമ റിലീസാണ്. പേപ്പറിലൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞു, മനോരമയിലൊക്കെ കൊടുത്തു. പക്ഷേ ചില തിയേറ്റർ ആയിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ പോസ്റ്റർ എടുത്തിട്ട് ഈ ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് കിട്ടി. എന്നിട്ട് ഈ പോസ്റ്റർ ഇട്ട് ഇവിടുന്ന് പോവുക, ഓരോ തിയേറ്ററിലും ചെന്നിട്ട് നാളെ പടമുണ്ട്, ഇവിടെ കളിക്കുന്നുണ്ട്. അവർ ഞെട്ടിപ്പോയി. ഏത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബൈക്കിൽ പ്രൊഡ്യൂസർ പോസ്റ്ററുമായിട്ട് എത്തുന്നത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു പേരിൽ തന്നെ അറിയപ്പെടാനാണ്, ചക്രത്തിലെ വില്ലൻ എന്ന് പറയുന്ന ആ ഒരു, കാരണം നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു പ്രാധാന്യം എനിക്ക് നഷ്ടബോധം തോന്നുന്നില്ല. ഞാൻ അമിതാഭ് ബച്ചൻ്റെ മകനല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കും. അപ്പോൾ ഓർക്കുക, ഒരാളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമുക്ക് സ്ഥാനമില്ലെങ്കിൽ, നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലരുത്. ഇങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്. ഇടിച്ചു കയറി ചെല്ലുന്ന സ്വഭാവമില്ല. അത് എത്രയൊക്കെ പറഞ്ഞാൽ ഈ 23 വർഷം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാപ്പ് തന്നെയാണ്. ഒരിക്കലും ആ ഒരു നല്ലൊരു കാലഘട്ടം പോയി. അപ്പോൾ ഒരിക്കലും നമുക്കത് എത്ര ജസ്റ്റിഫൈ ചെയ്താലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും പൃഥ്വിരാജ് ഇന്ന് ആ ലെവലിൽ നിന്ന് വലിയൊരു ലെവലിലെത്തി. അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും ഒന്ന് ഓർക്കായിരുന്നില്ല, ഒന്ന് വിളിക്കായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ചട്ടക്കൂട്ടിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ നമ്മളെ ആ ചട്ടക്കൂട്ടിലേക്ക് പുള്ളി കണ്ടിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ പുള്ളി ഓർക്കുന്നില്ലായിരിക്കും. കാരണം പുള്ളിയുടെ ലെവല് മാറിപ്പോയി. കാരണം ചേട്ടനാണ്. കാരണം ആ ഇന്ദ്രജിത്ത് വേഷം എന്ന് പറയുന്നത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഇമ്പോർട്ടൻ്റ് വേഷമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രജിത്തിന് ആപ്റ്റായ ഒരു വേഷമാണ് അദ്ദേഹം കൊടുക്കുന്നത്. നമ്മൾ പുറത്തു നിന്ന് ഒരാൾ നോക്കി കാണുമ്പോൾ ആ വേഷത്തെ നമ്മൾ പല അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കും. ആ ചേട്ടനല്ലേ, ചേട്ടന് കൊടുത്തുകൂടെ മെയിനായിട്ടുള്ള വേഷം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന മാതിരി അങ്ങനെ പോയിട്ട് എനിക്കൊരു വേഷം തരൂ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. അത് മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്കയുടെ മഹാമനസ്കതയാണ്. കാരണം മറ്റുള്ളവരെയും എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നതിനുള്ള. അപ്പോൾ ഞാൻ ചക്രത്തിലേക്ക് ഒരു ദിവസം കൊണ്ട് വന്ന ആളല്ല. അതാ നീണ്ട യാത്രയുടെ അവസാനം ഒരു ബ്രേക്ക് തമ്പുരാൻ തന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ എറണാകുളത്ത് കോളേജിൽ പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ, അപ്പോൾ ഈ പറയുന്ന മാതിരി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആകെ 50 രൂപയാണ് കിട്ടുന്നത്. അതിൽ കൂടുതൽ തരാനുള്ള പക്ഷേ അപ്പച്ചനും ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 50 രൂപയും പോക്കറ്റിലിട്ടിട്ട് വേണം ഈ പടം മുഴുവൻ കാണാൻ. അപ്പം ഞാൻ സിനിമ കാണും. ഇടയ്ക്ക് ചില ദിവസം പൈസ തികയാതെ വരുമ്പോൾ ഞാൻ പോയിട്ട് രാത്രി അമ്മ കിടന്നുറങ്ങുമ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു മണി പേഴ്സ് തൂവാല കെട്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് 50 രൂപ കൊണ്ട് എടുക്കും. സിനിമ ആണ്, അമ്മയ്ക്കറിയില്ല. അപ്പോൾ അമ്മയെ ഓർത്തപ്പോൾ അതെ. അപ്പോൾ അങ്ങനെ സിനിമയിൽ വന്ന ഒരാളാണ്. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വന്ന ആളാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ കൂടി തിയേറ്ററിലേക്ക് പോകും.
ചോറ് അമ്മ ഒരു പൊതി തരും. ഈ അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്ത് അമ്മയ്ക്ക് അറിയാതെ ഈ 50 കട്ടെടുക്കുകയാണ്. അത് നമുക്ക് വല്ലാത്തൊരു പിന്നീട് നമുക്കതൊരു മാനസികമായിട്ടൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ ആ 50 രൂപയോടുകൂടി നടനായ ആളാണ്. അപ്പം ഞാനങ്ങനെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നല്ല ക്യൂ അല്ലേ. പക്ഷെ ഞങ്ങളുടെ സ്ട്രോങ് ഗ്യാങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഈ സരിതയുടെ മുകളിലൂടെ അവിടുത്തെ ഷീറ്റായിട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലൂടെ ചവിട്ടിയിട്ട് ഫ്രണ്ടിൽ ഇറങ്ങും. പക്ഷേ അപ്പോഴേക്കും ഒരു 11:45 12-ാണ് ഷോ. അപ്പോൾ പിന്നെ തിയേറ്ററിൽ കയറി അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇവരുടെ നടുക്ക് തന്നെ നിന്നിട്ട് ഞാൻ ഈ പൊതിച്ചോറ് കഴിച്ച് കഴിക്കും. എന്നിട്ടാണ് ഷോയ്ക്ക് കയറുന്നത്. അങ്ങനെ അത് മാത്രമല്ല, തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ CBI ഡയറക്കുറിപ്പ് എന്ന് പറയുന്ന പടം മൈമൂളിൽ റിലീസാകുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ശരിക്കും ഞങ്ങളാരും സിനിമ ബ്ലാക്ക് വാങ്ങിക്കുന്നവരോ ബ്ലാക്ക് കൊടുക്കുന്നവരോ അല്ല. പക്ഷേ ഈ അതിന് ടിക്കറ്റ് കിട്ടാവുന്നപ്പോൾ ആരോ ഒരാളിൽ നിന്ന് ഞങ്ങൾ ഈ ബ്ലാക്കിൽ ഒരു ടിക്കറ്റ് വാങ്ങി. എനിക്ക് മാത്രം ടിക്കറ്റില്ല. പക്ഷേ ഈ ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് ആര് കണ്ടു? അത് പോലീസ് കണ്ടു. അപ്പോൾ ഈ ആക്ച്വലി ടിക്കറ്റ് വാങ്ങാനായിട്ട് ഞാൻ പൈസ കൊടുത്തു. പക്ഷേ ഈ വ്യക്തി എന്ത് തന്നില്ല? ടിക്കറ്റ് തന്നില്ല. അങ്ങനെ ഇവനുമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രശ്നമായി. പിന്നെ നമ്മൾ സ്ട്രീറ്റ് ഗ്യാങ്സ് ആണല്ലോ, ഇവിടെ എറണാകുളത്തുകാരാണ്. അപ്പോൾ ഞങ്ങൾ വിടൂല്ലോ. അപ്പോൾ ഇടി തുടങ്ങി. പോലീസ് വന്നു, എല്ലാവരെയും പിടിച്ച് വണ്ടിയെ കയറ്റി. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്ത് നന്നായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. അവരുടെ ഓഡിറ്റ് ഫെയിമിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ട് ആണ് AC ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്നു. ഞാനും ചെന്നു. ഉടനെ തന്നെ ഇയാൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളെ മനസ്സിലായി. ജോൺ സാറിൻ്റെ എന്താ? അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അവിടെ ബ്ലാക്ക് അടിക്കാൻ തുടങ്ങി, ഞങ്ങൾ പിടിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ബ്ലാക്ക് അടിക്കാൻ തുടങ്ങിയതല്ല, ഞാൻ അവർക്ക് പൈസ കൊടുത്തു, അവർ ടിക്കറ്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. CBI ഡയറക്ടർ. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളീനെ മാറ്റി നിർത്തിയാലെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പിടിച്ച് ജയിലിൽ വിട്ടു. എന്നെ അവിടെ മാറ്റി നിർത്തി. എന്നിട്ട് ഒരു ഉപദേശമൊക്കെ തന്നെ എന്നെ വിട്ടുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി യാതനകൾ സഹിച്ചില്ല. അവിടെ ഇട്ടിട്ട് പോയോ? ഇല്ലില്ല, ഫ്രണ്ട്സിനെ ഇറക്കിയിട്ടേ ഞാൻ പോയുള്ളൂ. അങ്ങനെ പോകുന്ന ആളല്ല. അവരാണ് എൻ്റെ എപ്പോഴും ഞങ്ങളുടെ ഏത് കാര്യത്തിലായാലും നമ്മുടെ സപ്പോർട്ടേഴ്സ് നമ്മുടെ ഫ്രണ്ട്സാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഷോ സിനിമ കാണുന്നതിന് ഫ്രണ്ട്സിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായേ തീരുള്ളൂ. കാരണം നീണ്ട ക്യൂ ആണ് MG റോഡിലേക്കും ബാനർജി റോഡിലേക്കും അല്ല. അപ്പോൾ ഇവരുണ്ടെങ്കിലേ നമുക്ക് ആ സിനിമ കാണാൻ സാധിക്കത്തുള്ളൂ. സിനിമ മാത്രമേ ഉള്ളൂ മനസ്സിൽ, അന്നും ഇന്നും സിനിമയേ ഉള്ളൂ. അല്ലാതെ ഞാൻ സിനിമയിൽ നിന്ന് ഒരിക്കലും മാറി നിന്നില്ല. ചിത്രം, ലാലേട്ടൻ്റെ ചിത്രം തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞ് ഷെയർനൈസിലാണ് ചിത്രം റിലീസായിരിക്കുന്നത്. എക്കാലത്തെയും മികച്ച ചിത്രമാണത്. ചിത്രം. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ബെറ്റ് വെച്ച് 101 പ്രാവശ്യം കണ്ട ആളാണ്. 101 പ്രാവശ്യം ചിത്രം കണ്ടു. ഓരോ സീനും കാണാൻ പാടാ. 101 പ്രാവശ്യം. ആ സിനിമയുള്ള എൻ്റെ ആ വടക്ക്, അതുപോലെ വടക്കൻ വീരകഥ 12 പ്രാവശ്യം കണ്ടു. ഇതാണ് കമ്മിറ്റ്മെന്റ്. ഇതൊക്കെ ഹൗസ്ഫുൾ ആയിരുന്നു അന്നേരം ഫുള്ള്? എത്ര ദിവസം? ഹൗസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ കണ്ടിരിക്കും. അതാ സിനിമ, അതായിരുന്നു സിനിമ. ഞാൻ അതിന് ശേഷം എത്രയോ ദിവസങ്ങളിൽ ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് നടക്കും. ആദ്യമൊന്നും ബൈക്കില്ലല്ലോ, കാറുമില്ല, ബസ് ഓടി തുടങ്ങിയിട്ടുണ്ടാവില്ല. 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ നടക്കും. പുലർച്ചെ ഞാൻ 7 മണിയാകുമ്പോൾ നടന്ന് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്.
ഒരിക്കൽ സുരേഷ് ഗോപി നായകനായിട്ടുള്ള ഒരു ഫിലിം, അത് ഷൂട്ടിംഗ് നടക്കുന്നത് തൃപ്പൂണിത്തുറ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണ്. അപ്പോൾ കെ മധുസാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ എത്തി. അപ്പോൾ ഷൂട്ട് തുടങ്ങി, അഭിനയിച്ച് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു, കൊള്ളാലോ ഈ പയ്യൻ, ഒരു സീനേ ഉള്ളൂ. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി മാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അവസാനം ഞാൻ ഒരു ചെറിയ പടം ചെയ്തപ്പോഴും, ഒരു കൊച്ചു പടമാണ്, അത് അത്ര പ്ലാൻ ചെയ്തൊന്നും ചെയ്തതല്ല, ഈ പറയുന്ന മാതിരി ഒരു ധൃതി പിടിച്ച് ചെയ്ത ഒരു ചെറിയൊരു വർക്കാണ്. അത് ചെയ്തപ്പോഴും അപ്പോൾ എനിക്ക് ഈ വാശി കൂടുന്ന ഒരാളാണ്. ചിലർ പറഞ്ഞത് റിലീസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ പടം ചെയ്യുമ്പോൾ കാറൊക്കെ വിറ്റ്, പിന്നെ കാറില്ല, ബൈക്കിലാണ് നടപ്പ്. അപ്പോൾ നാളെ സിനിമ റിലീസാണ്. പേപ്പറിലൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞു, മനോരമയിലൊക്കെ കൊടുത്തു. പക്ഷേ ചില തിയേറ്റർ ആയിട്ടില്ല, ഒരു 8 തിയേറ്ററായി. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ പോസ്റ്റർ എടുത്തിട്ട് ഈ ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് കിട്ടി. എന്നിട്ട് ഈ പോസ്റ്റർ ഇട്ട് ഇവിടുന്ന് പോവുക, ഓരോ തിയേറ്ററിലും ചെന്നിട്ട് നാളെ പടമുണ്ട്, ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്യൂബിന് ലിസ്റ്റ് കൊടുത്താൽ മതി, രാത്രി കൊടുത്താൽ മതി, രാവിലെ അവരത് ആ തിയേറ്ററിലേക്ക് വിട്ടോളൂ. അങ്ങനെ പോയി 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 പൊന്നാനി പൗർണമി തിയേറ്റർ വരെ എത്തി. സമയം രാത്രി 12:30. ഈ ബൈക്കിൻ്റെ ബാക്കിലാണ് ഈ പോസ്റ്റർ ഇരിക്കുന്നത്. അപ്പോൾ സിനിമയുള്ള കമ്മിറ്റ്മെൻ്റ് ആലോചിക്കുക. ഈ ബൈക്കിൻ്റെ ബാക്കിലാണ് ഈ പോസ്റ്റർ ഇരിക്കുക. അപ്പം ഞാൻ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഞാൻ പറഞ്ഞു, അപ്പം നമുക്ക് പറയാനൊരു ലേബലുണ്ടല്ലോ, ചക്രത്തിലെ വില്ലൻ. ബിനോയ് ചേട്ടാ എന്താ? ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ ഒരു പടം റിലീസുണ്ട്, ഒരു കൊച്ചു പടമാണ്, പക്ഷെ അതൊന്നും നമുക്ക് റിലീസ് ചെയ്യണല്ലോ ഇവിടെ. അതിനെന്താ പോസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ? അവർ ഞെട്ടിപ്പോയി. ഏത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബൈക്കിൽ പ്രൊഡ്യൂസർ പോസ്റ്ററുമായിട്ട് എത്തുന്നത്. അപ്പം ഞാൻ ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഞാൻ പറയാണ്. പോസ്റ്റർ ഒട്ടിച്ചു, പടം റിലീസായി അവിടെ. പിന്നെ ആ പടം റിലീസായപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എളനാട് ജിജോ തിയേറ്റർ, അവിടുന്ന് എനിക്ക് 4000 രൂപ അഡ്വാൻസ്. അപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻസ് കിട്ടുന്ന മഹാസംഭവമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സവിത തിയേറ്ററിൽ സംഗീതയിലാണ് റിലീസ് ചെയ്തത്. സംഗീതയിൽ ഏതാണ്ട് 14 ദിവസം കളിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 1,00,000 ചില്ലുവാൻ രൂപ കയ്യിൽ വന്നു. നമ്മൾ ത്രില്ലടിക്കുമല്ലേ. അപ്പോൾ സിനിമ എന്താണ് സിനിമ? അപ്പം നമുക്ക് സിനിമയേ ഉള്ളൂ. എല്ലാം ചക്രം തന്ന ഒരു ഭാഗ്യമാണ്, 2003 തന്നൊരു ഭാഗ്യമാണ്. അത്രയും ലോഹിതദാസിനെ പോലുള്ള ഒരു ലെജൻഡറി ഡയറക്ടറുടെ മൂവിയിൽ അഭിനയിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് മറ്റ് സിനിമകളിലേക്ക് ഒരു വില്ലനായിട്ട് പോവാണ്ടിരുന്നത്? അതെ, അതിന് ഒന്ന് ഒറ്റ വാക്കി പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. അതായത് അന്ന് ഞങ്ങളുടെ വീട് ഷിഫ്റ്റിംഗ് ആയി. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അസൂയ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഈ നടനൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ പലർക്കും സഹിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറി. അപ്പോൾ ഈ അന്ന് ലാൻഡ് ഫോണാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഉണ്ടെങ്കിൽ ഈ വീട് ഇത് ഡിസ്കണ്ടിന്യൂഡ് ആയിപ്പോയി. അതുകൊണ്ട് പലരും വിളിക്കുന്ന കോൾസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വിളിച്ചിരുന്നു ഒരുപാട്, ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. പിന്നെ കാരണം മദ്രാസിൽ ഇതിൻ്റെ പ്രിവ്യൂ ഇടുമ്പോൾ പോലും ഇതേതാണ് വില്ലൻ. കാരണം ഒരു പ്രത്യേക മാനറിസവും പ്രത്യേക സ്വഭാവം, അത് നമ്മുടെ കഴിവല്ല, അത് ലോഹിതദാസ് സാറിൻ്റെ കഴിവ് തന്നെയാണ്. ഒരു സ്ക്രീനിൽ തന്നെ പല ഒരു പ്രത്യേകമായ ഒരു മാനറിസമാണ് അതിൽ കാണിക്കുന്നതല്ല. അതായത് ആ കഥാപാത്രത്തോട് എത്ര ഇളകി ചേരാമോ, സൈക്കോ ആണോ എന്ന് വിചാരിച്ചു, അതുമുണ്ട്, എല്ലാം ഉണ്ട്. അതായത് നമ്മൾ ആ ഒരു ക്യാരക്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ക്യാരക്ടർ ശരിക്കും നമ്മളതൊന്നുമല്ല. ഞാൻ ശരിക്കും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, തികച്ച് റിസർവ്ഡ് ആണ്. അധികം അങ്ങനെ ആൾക്കാരുമായിട്ട് അധികം സംസാരിക്കാൻ മിടുക്കാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമ ഉപേക്ഷിച്ച് പോകുന്നയാളാണ് ആ സിനിമ. അപ്പം പക്ഷെ ലോഹിതദാസ് സാറിന് എന്നെ അഭിനയിപ്പിച്ചേ മതിയാവുള്ളൂ. അതാണ് സത്യം.
അപ്പൊ ഈ ആൾക്കാർ ബന്ധപ്പെടാൻ പറ്റാതിരുന്ന അത് ഈ സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻ ഈ 2003 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നീട് ഒരു സിനിമ ഈ കമ്മ്യൂണിക്കേഷൻ ഇത് ബ്രേക്കായി. ഈ ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോയി. പിന്നെ ഈ പറയുന്ന മാതിരി കോണ്ടാക്ട് കിട്ടുന്നില്ലല്ലോ. കാരണം ഈ ഒരു സിനിമയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ട്രൈക്ക് വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയും. അതായത് ചൂടായിട്ടിരിക്കുമ്പോൾ അടിച്ചാൽ മാത്രമേ പദം വരത്തുള്ളൂ. അതായത് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ആ സിനിമയുടെ ആ ടൈമിൽ തന്നെ ആ നടന് പ്രസക്തിയുള്ളൂ. അന്നേരം കഥാപാത്രം അപ്പോൾ കിട്ടണം. അതിന് ക്യൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇന്നും ഓർക്കപ്പെടുന്നു എന്നുള്ളത്, ഈ ചക്രത്തിലെ ഗിരി എന്ന് പറയുന്ന ആ കഥാപാത്രം പെട്ടെന്ന് ആർക്കും മായ്ച്ചു കളയാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. അതൊരു നോൺ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതോ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കഥാപാത്രമല്ല. അത് ആ ചക്രത്തിൻ്റെ നെടുന്തൂണാണ് ഗിരി. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും നമുക്ക് ആ ഒരു പ്രസക്തിയോടെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു പേരിൽ തന്നെ അറിയപ്പെടാനാണ്, ചക്രത്തിലെ വില്ലൻ എന്ന് പറയുന്ന ആ ഒരു. കാരണം നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു പ്രാധാന്യം അത് ആ സിനിമയിലൂടെ വന്നിരിക്കുന്നതാണ്. അതിൽ നമ്മളുടെ ഒരാളുടെ മാത്രം കഴിവല്ല. അതിൽ ലോഹിതദാസ് സാറുണ്ട്, അതിൽ ടോട്ടൽ ക്രൂ ഉണ്ട്. കാരണം ഒരു സിനിമ ഷൂട്ട് ചെയ്യപ്പെടുമ്പോൾ അത് വില്ലനായാലും കൊള്ളാം, നായകനായാലും കൊള്ളാം, അതിലെ ഓരോരുത്തരും വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് രാപ്പകലില്ലാതെ വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. രാപ്പകലില്ല. അപ്പോൾ ആ ടോട്ടൽ ചക്രത്തിൻ്റെ ക്രൂവിന് ഞാനൊരു സ്പെഷ്യൽ ഹായ് കൊടുക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ചക്രത്തിലെ വില്ലൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹം. അതെ. അപ്പൊ ഒരുപാട് ഗ്യാപ്പല്ല, ഒരുപാട് സിനിമയിൽ നിന്ന് വിട്ടുപോയി മറ്റേ ജോലിയിലേക്ക് എത്തി. പോയിട്ടുണ്ട്. ഇപ്പൊ 23 വർഷമായി. ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? എനിക്ക് നഷ്ടബോധം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അമിതാഭ് ബച്ചൻ്റെ മകനല്ല. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ ഏതെങ്കിലും സൂപ്പറായിട്ടുള്ള ഒരു 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 വലിയ ഒരു സ്റ്റാർ അല്ല ഒരു ഇതുള്ള ആളുടെ മകനല്ല. ഞാൻ മലനിരകളിൽ കപ്പയും പച്ച ചമ്മന്തിയും കഴിച്ച് പച്ചരി ചോറും നിന്ന് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പോയി പുഴയിൽ പോയി മീൻ പിടിച്ച് അവിടെ നിന്ന് വന്ന് റോഡിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് വന്ന് ഒരു ദിവസം കൊണ്ട് നടനായ ആളല്ല. 50-55ഓളം പടങ്ങളിൽ വർക്ക് ചെയ്ത് അതിന് മുന്നിലും പിന്നിലും എല്ലാം അങ്ങനെ വന്നിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടുന്നോ, ഞാനിപ്പോൾ എന്താണോ അതിൽ ഞാൻ സന്തോഷവാനാണ്. ഇപ്പൊ പറഞ്ഞല്ലോ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ഒരാളെ ലോഹിതദാസ് സാറ് ഒരു ഭാവിക്കൊരു മുതൽക്കൂട്ടാന്ന് വിചാരിച്ച് എടുത്തല്ലോ. അതെ. പക്ഷെ എന്നിട്ട് പിന്നെ നമ്മളത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് എന്നും പറയാൻ പറ്റില്ല. എനിക്ക് വിഷമമില്ല. കാരണം എന്തുകൊണ്ടാണ്, കണ്ടു നിൽക്കുന്നവർക്കായിരിക്കും വിഷമം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിഭയെ നഷ്ടപ്പെട്ടു പോയല്ലോ. അത് ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഒരാളെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒന്ന് നമ്മൾ ഓർത്തിരിക്കുക, ലോഹിതദാസ് സാർ തന്നെ പറഞ്ഞ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ കയ്യിൽ കുന്തിരിക്കം കൊണ്ട് നടന്നാൽ നിങ്ങളുടെ മണം എന്തായിരിക്കും? കുന്തിരിക്കത്തിൻ്റെ മണമായിരിക്കും. നിങ്ങൾ കയ്യിൽ ചാണകം കൊണ്ട് നടന്നാലോ? ചാണകത്തിൻ്റെ മണം. അപ്പം നമ്മൾ എന്ത് കൊണ്ടും മനസ്സിൽ നടക്കുന്നോ അതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഞാനിപ്പോൾ ഇത്രയും ബ്രേക്ക് വന്നു എനിക്ക് ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എനിക്കിനിയും സമയമുണ്ട്. കാരണം ഇപ്പൊ തന്നെ 1-2 പ്രോജക്റ്റിലേക്ക് കാസ്റ്റിംഗ് ആയിട്ടുണ്ട്. ആണോ? പിന്നെ എന്തായാലും നമുക്ക് ആ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിലോ ഇനിയും ഒരുപാട് സിനിമകൾ വന്നാൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഒരു പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, പക്ഷെ അത് വിനോദ് ചേട്ടൻ പിന്നീട് തന്നില്ല പ്രേക്ഷകർക്ക്. അത് ഈ പറയുന്ന മാതിരി ഇതിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അതിന് 1-2 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് മസ്റ്റാണ് സിനിമയിൽ. ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കോക്കസ്. നമ്മളൊരു കോക്കസിൻ്റെ ആളല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഉദ്ദേശപ്പെടുത്താൻ കിട്ടിയോ? അതായത് ഒരു കോക്കസ് ഉണ്ടെങ്കിൽ വിളി നമ്മളുടെ അടുത്ത് എത്തിയിരിക്കില്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ വീട്ടിലെത്തിയിരിക്കും. അവിടെ ഫോൺ വലിയ പ്രസക്തൊന്നും അല്ല. ഈ കോക്കസ് ഒരു വ്യക്തിക്ക് ഇല്ല എങ്കിൽ ആ വ്യക്തിയെ സ്വാഭാവികമായിട്ടും
ഒഴിവാക്കാൻ ശ്രമിക്കുന്നതല്ല. ഫോക്കസ് അങ്ങനെ ഒതുക്കിയതായിട്ട് തോന്നുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ സിനിമയിലെ ഒരു focus. ഒതുക്കലല്ലത്. അത് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളെ ഒരു സദ്യക്ക് വിളിക്കുക, എല്ലാവരും സദ്യക്ക് വിളിക്കുന്നു, പക്ഷെ ഒരാളെ മാത്രം കണ്ടില്ല എന്ന് നടിക്കുക. അറിയുന്ന ആളാ, പക്ഷെ കണ്ടില്ലെന്നാണ് നടിക്കുന്നത്. ഇദ്ദേഹം സദ്യക്കില്ല. ഈ സദ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയട്ടെ, സദ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സദ്യ നടത്തുന്ന ആൾ പറയാണ്, അയ്യോ നിങ്ങളെ ഞാൻ എനിക്ക് ഓർത്തതാണ്, പക്ഷെ വിളിക്കാൻ പറ്റിയില്ല, തിരക്കായിട്ട് വിട്ടുപോയി. ഇതിൽ ആ പറയുന്നതിന് ഒരർത്ഥമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കും. അപ്പോൾ ഓർക്കുക, ഒരാളുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമുക്ക് സ്ഥാനമില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലരുത്. ഇങ്ങനെയൊരു സ്വഭാവം എനിക്കുണ്ട്. ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു സ്വഭാവമില്ല. അത് സിനിമയിൽ പ്രശ്നവുമാണ്. സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ഇടിച്ചു കയറി നിന്നാലേ നിലനിൽപ്പുള്ളൂ. കാരണം ഇത്രയും വലിയൊരു വേഷം ചെയ്ത ഒരാൾക്ക് പിന്നീട് ഒരു വലിയ ബ്രേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിന് എത്ര ന്യായീകരണം പറഞ്ഞാലും ഈ പറയുന്ന പോയിന്റിലേക്ക് വരുന്നുണ്ട്. കാരണം അയാൾ ഒഴിവാക്കിയതല്ലേ, അല്ലെങ്കിൽ അയാളുടെ ഇതല്ലേ, അല്ലെങ്കിൽ അയാളുടെ പ്രതിഭ കണ്ടിട്ട് അയാൾ മാറ്റിയതല്ലേ, അല്ലെങ്കിൽ ഇയാൾ കയറി വരണ്ട എന്ന് കണ്ട് അയാൾക്ക് ഒരു ചെക്ക് കൊടുത്തതല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ, പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞ മാതിരി ഈ കോവിഡ് കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ട്, ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയോ പേര് മരിച്ചു പോയി. അപ്പം നമുക്ക് അങ്ങനെ കഴുതുകൂടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന മാതിരി നമ്മളൊരു എന്താ പറയണേ, ഒരു സ്പോൺസറുടെ അല്ലെങ്കിൽ ഒരു ഇയാളുടെ ആളല്ലല്ലോ. നമുക്കങ്ങനെ ഒരാളില്ല. ലോഹിതദാസ് സാർ പിന്നെ നമുക്ക് പറ്റിയ, ഞാൻ അതിലേക്കാണ് പറയാൻ വരുന്നത്. ലോഹിതദാസ് സാറിൻ്റെ മരണം എന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലോഹിതദാസ് സാറിനെ പോയി കാണുമായിരുന്നു, നല്ല ബന്ധമായിരുന്നു. പക്ഷെ ലോഹിതദാസ് സാർ 2009 മരിച്ചത് 2004 റിലീസായി 5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ലോഹിതദാസ് സാർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു ലെവലിലേക്ക് എത്തിയത്. കാരണം ലോഹിതദാസ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്മാരിൽ ഒരാളായിരുന്നു ഞാൻ, അത് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സാർ, പലരും ചോദിക്കും എന്തുകൊണ്ട് അയാളെ വെച്ച സിനിമ ചെയ്തെന്നുള്ള, അതിന് ഉത്തരം ലോഹിതദാസ് സാറാണ്. സാറിനറിയാം അവൻ്റെ കയ്യിൽ ആ വേഷം ഭദ്രമാണെന്ന്, ആരെന്ത് പറഞ്ഞാലും. കാരണം അത്രയും വലിയൊരു പടം അത്രയും ഇതിലൂടെ തന്മയത്തിലൂടെ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വെട്ടിത്തരാണ്. സിനിമ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഏത് കഥാപാത്രം അത് ലോഹിതദാസ് സാറിന് മാത്രം കഴിയുന്ന കഴിവാണ്, ഏത് കഥാപാത്രം ആരിൽ നിൽക്കും എന്നുള്ളത്. അപ്പം ആ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത, അദ്ദേഹം മരിച്ചത് ഇതിനെ ഞാൻ ഈ പറയുന്ന മാതിരി എൻ്റെ ലോങ് ജേർണിക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന മാതിരി എനിക്കതിൽ പാര വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എത്രയൊക്കെ പറഞ്ഞാൽ ഈ 23 വർഷം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാപ്പ് തന്നെയാണ്. ഒരിക്കലും ആ ഒരു നല്ലൊരു കാലഘട്ടം പോയി. അപ്പോൾ ഒരിക്കലും നമുക്കത് എത്ര ജസ്റ്റിഫൈ ചെയ്താലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും പൃഥ്വിരാജ് ഇന്ന് ആ ലെവലിൽ നിന്ന് വലിയൊരു ലെവലിലെത്തി. അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും ഒന്ന് ഓർക്കായിരുന്നില്ലേ, ഒന്ന് വിളിക്കായിരുന്നില്ലേ? അത് ഞാനത് ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ചട്ടക്കൂടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാതിരി വീട്ടിൽ ബിരിയാണി ഇല്ലെങ്കിലും കപ്പയായാലും കഞ്ഞിയായാലും അത് മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്ത് നേടിയോ അത് മതി. ഈ 2 തലങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചട്ടക്കൂടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ചട്ടക്കൂടിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ നമ്മളെ ആ ചട്ടക്കൂടിലേക്ക് പുള്ളി കണ്ടിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ പുള്ളി ഓർക്കുന്നില്ലായിരിക്കും. കാരണം പുള്ളിയുടെ ലെവല് മാറിപ്പോയി. നമ്മൾ എത്ര പറഞ്ഞാലും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു സ്റ്റാർഡത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടെയുള്ള എല്ലാ അഭിനേതാക്കളെയും അല്ലെങ്കിൽ വർക്ക് ചെയ്തവരെയും ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസിയുള്ള കാര്യമല്ല. അത് നടക്കില്ല. കാരണം അവർക്ക് എപ്പോഴും അവരുടെ സിംഹാസനങ്ങൾ നിലനിർത്തുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ വേറൊന്നും വരുന്നില്ല. എന്നാലും ഒരു സിനിമയിൽ ഇതാണ് അതിന്റെ റീസൺ. പലരും പറഞ്ഞു കാരണം അദ്ദേഹം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു.
ആ ലൂസിഫറിലെ കഥാപാത്രങ്ങൾ അദ്ദേഹം ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇന്ദ്രജിത്തും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ പക്ഷേ അദ്ദേഹം വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാമല്ലോ, അയ്യോ അതെന്താണ് സ്വന്തം ചേട്ടനായിട്ട് പോലും ഇന്ദ്രജിത്തിന് എന്തുകൊണ്ടാണ് ആ വേഷം കൊടുത്തത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ? കാരണം ചേട്ടനാണ്. കാരണം ആ ഇന്ദ്രജിത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഇമ്പോർട്ടൻ്റ് വേഷമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രജിത്തിന് ആപ്റ്റായ ഒരു വേഷമാണ് അദ്ദേഹം കൊടുക്കുന്നത്. നമ്മൾ പുറത്തു നിന്ന് ഒരാൾ നോക്കി കാണുമ്പോൾ ആ വേഷത്തെ നമ്മൾ പല അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കും. ആ ചേട്ടനല്ലേ, ചേട്ടന് കൊടുത്തുകൂടെ മെയിനായിട്ടുള്ള വേഷം, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അദ്ദേഹം ആ ഒരു ക്രൂവിനെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ സങ്കല്പങ്ങളിലൂടെ മാത്രമേ പോകത്തുള്ളൂ. കാരണം അതിലുള്ളൊരു കാര്യം മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും അവരുടേതായ നിലനിൽപ്പുകളും അവരുടെ സങ്കല്പങ്ങളും പ്രശ്നമാണ് സിനിമയിൽ. അത് നമുക്ക് കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം തരില്ലെന്ന് പറയാൻ പറ്റത്തില്ല, തരുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന മാതിരി അങ്ങനെ പോയിട്ട് എനിക്കൊരു വേഷം തരുമോ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിനൊരു വേഷത്തിൽ എന്നെ ഫിറ്റാണെന്ന് തോന്നിയാൽ ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ശൈലി. പിന്നെ ഞാൻ ഈ പറയുന്ന മാതിരി എനിക്ക് മലയാള സിനിമയിൽ പോയി അടുത്തിരുന്ന് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് അത് ലോഹിതദാസ് സാറാണ്. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഒരു വ്യക്തിക്കൊരു ദോഷം വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിച്ചു കയറി ചെന്നുകൊണ്ട് അവരെ ഉപദ്രവിക്കുക എന്നല്ല, ഞാൻ പറയും നമുക്ക് ഇങ്ങനെ വേഷം കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ്. അത് അത്രയേ ഉള്ളൂ, അത്ര ഗൗരവം ഞാൻ കൊടുക്കാറുള്ളൂ. ഈ സഹായത്തിൻ്റെ കാര്യം ഞാൻ പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്യാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പം അതുപോലെ തന്നെ മമ്മൂക്ക പലരെയും സഹായിക്കാറുണ്ട്. ഇപ്പം കാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വേഷം അവർ നല്ലതായിരിക്കും എന്ന് മമ്മൂക്ക സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ പുതുമുഖ സംവിധായകർക്കായാലും മമ്മൂക്ക അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എങ്ങനെയാണ് കാണുന്നത്? അതായത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഹെൽപ്പിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ടീമിനെ വാർത്തെടുക്കുകയാണ്. ടു ബിൽഡ് എ ഗുഡ് ടീം. അതാണ് അവിടെ ഹെൽപ്പിംഗ് എന്നതിനേക്കാൾ ഉപരി ആ ഒരു വാക്കായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. കാരണം അവരുടെ ആ പ്രയാണത്തിന് അനുരൂപരാകുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആ കാണുന്നത്. ഹെൽപ്പിംഗ് എന്നുള്ളത് ഹെൽപ്പിംഗ് ആണത്. നമുക്ക് നോക്കുമ്പോൾ ഹെൽപ്പിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അവിടെ ആ ഒരു ടീമിനെ കീപ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയേ കാണത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അത് ആ ഒരു ടീം ബിൽഡിംഗ് ആണ്. അതിപ്പോൾ ആരുടെ പടത്തിലായാലും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ എപ്പോഴും ആ ഒരു കോക്കസിലാണ്, ആ ഒരു ടീമിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മളൊക്കെ പിന്തള്ളപ്പെട്ടത്. കാരണം നമ്മൾ ആ കോക്കസിലേക്ക് എത്തപ്പെടാത്തതിൻ്റെ. പിന്നെ ഈ പറയുന്ന മാതിരി ലോഹിതദാസ് സാറിനെ പോലെയുള്ള ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ഇതിലേക്ക് വരാത്തതും നമ്മളുടെ കാര്യത്തിൻ്റെ ഒരു ഇതായിരിക്കാം. എനിവേ ഞാൻ ഇതിനൊന്നും ബോധേഡല്ല. ഞാൻ ബോധേഡല്ല. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ എന്ത് നേടിയോ അത് ഞാൻ ഈ 50 രൂപയായിട്ട് വന്ന ഒരാൾ എത്തപ്പെട്ടതാണ്, നേടിയതാണ്. ഈ അമ്മയുടെ 50 രൂപ കട്ടെടുത്ത് വന്ന ആൾ നേടിയതാണ്. അപ്പോൾ ആ അമ്മയുടെ ആ അച്ഛൻ്റെ അല്ലെങ്കിൽ ആ ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നഷ്ടമായിട്ട് കണക്കാക്കാറില്ല. ഈ ഒരു നല്ല കാലം പോയതായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും വെറുതെ ഇരിക്കുന്ന സിനിമയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സിനിമയിൽ പിന്നെ പാട്ട് എഴുതുന്ന 2003 ശേഷം ഒരു സ്ക്രീനിൽ അഭിനയിക്കുന്ന ചെറിയ വേഷം ചെയ്തു. അത് എപ്പോഴായിരുന്നു? അത് 2008 ചെയ്തു. പിന്നെ 2015 ചെയ്തു. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ബിനോയ് ചേട്ടനെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചക്രത്തിലെ വില്ലനാണെന്നുള്ളത് എല്ലാ സ്ഥലത്തും തിരിച്ചറിയപ്പെടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ് നമുക്ക്.
അതല്ല ഇപ്പം മമ്മൂക്കയുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി പറഞ്ഞു. അതുപോലെ തന്നെ മമ്മൂക്ക കഴിഞ്ഞ ദിവസം പത്മഭൂഷൺ വാങ്ങുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തിയായിരുന്നു. എന്നേക്കാൾ ചെറുതല്ല ടൊവിനോയും ആസിഫ് അലിയും അങ്ങനെയുള്ളവരൊന്നും എന്നെ, അർജുൻ അശോകനൊന്നും എൻ്റെ താഴെയുള്ളവരല്ല, എനിക്ക് മുകളിലുള്ള നായകന്മാരാണ്, അത്രയും നല്ല പ്രതിഭകളാണെന്ന്. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഈഗോ മറന്ന് പണ്ടേ ഉള്ള ഒരു ലെജൻഡിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത സ്ഥിതിക്ക് എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ഈ ആൾക്കാരെ, പ്രത്യേകിച്ച് കലാകാരന്മാരെ, വലിയവരായാലും ചെറിയവരായാലും അവരെ നമുക്കൊരിക്കലും വലുതായിട്ടോ ചെറുതായിട്ടോ കാണാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊരു മൂഢധാരണയാണ്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഒരു ചെറിയ സീൻ അഭിനയിക്കുന്ന ആൾക്കും നല്ല പ്രാധാന്യമുണ്ട്. ചെറിയ വേഷം ചെയ്യുന്ന ആളായാലും വില്ലനായി ചെയ്യുന്ന ആളായാലും ഹീറോ ആയിട്ട് സിനിമയിൽ വളരെ പ്രാധാന്യമാണ്. കാരണം സിനിമ എന്ന് പറയുന്ന ആ ഒരു വൈഡർ സെൻസിലുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു വ്യക്തി അഭിനയിക്കാൻ വന്നാൽ ആ വ്യക്തിക്ക് നല്ല പ്രാധാന്യമുണ്ട് ആ അഭിനയിക്കുന്ന സമയത്തെങ്കിലും. അത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരാളാണ് നമ്മൾ. കാരണം നമ്മൾ ആ സെറ്റിനുള്ളിലും നമ്മളൊരു താരമായിരിക്കും. ആരായാലും, പ്രത്യേകിച്ച് വില്ലനും നായകനും ഒക്കെ ആയി കഴിഞ്ഞാൽ എപ്പോഴും ആ സപ്പോർട്ട് കിട്ടിക്കൊണ്ട്. കാരണം ഞാൻ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും ഓരോ സീൻ കഴിയുമ്പോഴും കൈയടി കിട്ടുമായിരുന്നു പിന്നെ ആയപ്പോൾ. അപ്പോൾ അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഈ എല്ലാവരെയും ഞാൻ വലുതാണ്, ഞാൻ ചെറുതാണ് എന്നുള്ളത്, ഇപ്പോൾ അത് മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്കയുടെ ഒരു മഹാമനസ്കതയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസീസ്, അതായത് ഒരു ഇനീക്വാളിറ്റീസ് സിനിമയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മമ്മൂക്ക തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമൊക്കെ സെറ്റ് ചെല്ലുമ്പോൾ മീൻ്റെ കഷ്ണം കൊടുക്കത്തില്ല, ചാറ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് കുറേ അങ്ങനത്തൊക്കെ ഉണ്ട് സെറ്റിലെല്ലാം. അങ്ങനെയൊക്കെ അത് ഈ പറയുന്ന മാതിരി എന്താ പറയുന്നത്, അന്നൊരു മമ്മൂട്ടി ജനിച്ചിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മഹാപ്രതിഭയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ താരരാജാവാണ്, സൂപ്പർ ഡ്യൂപ്പർ മെഗാസ്റ്റാറാണ്. പിന്നെ അദ്ദേഹം പറയുന്നതാണ് സെറ്റ്, അദ്ദേഹം പറയുന്നതാണ് അവിടുത്തെ ഭക്ഷണം, അദ്ദേഹം പറയുന്നതാണ് രീതികൾ. അല്ലാതെ നമ്മൾ ഒരിക്കൽ ഏതോ ഒരു പ്രശസ്തനായ ഗുരു പറഞ്ഞ മാതിരി നമുക്ക് പ്രത്യേകിച്ച് സിനിമയിൽ അല്ലെങ്കിൽ കലാരംഗത്ത് നമുക്ക് ആദ്യമേ തന്നെ കയറുമ്പോൾ ചെയർ വേണം. സിനിമയിൽ ചെയറിന് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ആദ്യമേ ചെയർ വേണം, ആദ്യമേ പ്രധാന ഭക്ഷണം വേണം, AC സ്യൂട്ട് വേണമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മടയത്തര. ആ വ്യക്തി വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമുക്ക് അർഹമാവുന്ന സമയത്ത് അതിൻ്റെ ടൈം അനുസരിച്ച് കാലം കൊണ്ടുവന്നോളൂ. ചോദിക്കാതെ തന്നെ കിട്ടും. നമുക്ക് ചോദിക്കാതെ കിട്ടും. അതുപോലെ നമ്മളുടെ പല കാര്യങ്ങളിലായാലും ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്തിക്കോളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അത് മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്കയുടെ മഹാമനസ്കതയാണത്. കാരണം മറ്റുള്ളവരെയും എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടറാണ്. ഒരു വളരെ നേരത്തെ ഇതൊക്കെ കിട്ടേണ്ട ഒരാളാണ്, അല്ലാതെ ഒരു സാധാരണ. കാരണം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. വളരെ കഷ്ടപ്പെട്ട്, ഇപ്പം ഞങ്ങളിപ്പോൾ എന്നെ പോലെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ഒരു വലിയ സിനിമ മാത്രമേ ഉള്ളൂ മനസ്സിൽ. അപ്പോൾ അല്ലാതെ അദ്ദേഹം എല്ലാവരും വിചാരിക്കുന്ന മാതിരി ഒരു ദിവസം പിടിച്ചിട്ട് കയറ്റിയിരുത്തിയിരിക്കുന്ന ഒരാളല്ല. മമ്മൂക്ക ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതായത്, ഞാൻ ഇന്നും രാവിലെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുത്തിട്ട് ഓരോ സംവിധായകർ ഓരോരുത്തരെയും വിളിക്കും, വർക്കുണ്ടോ എന്ന് ചോദിച്ച്. എന്താ, ഞാൻ ഇല്ലെങ്കിലും ഇവർ സിനിമ ഷൂട്ട് ചെയ്യും, എന്നെയല്ലേ വേറൊരാൾ വെച്ചിട്ട്. ഈ നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. എനിക്കില്ലാതെ പോയത് അത് തന്നെയാണ്. അവിടെ അതാണ് പ്രധാന പോയിന്റ്. തേടിപ്പോയില്ല. കാരണം ഈ ചക്രം എന്ന് പറയുന്ന ആ സിനിമയിൽ തന്നെ മെഗാ വില്ലനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നിലേക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു ചിന്ത വന്നിട്ടുണ്ടാകണം. അതായത് ഞാനൊരു മഹാനടനാണെന്നും എനിക്ക് തേടി വരുമെന്നുള്ളതും ആ സങ്കല്പത്തിന് പാളിച്ചു വന്നിട്ടുണ്ട്.
ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എത്താത്തൊരു ഹൈപ്പിലേക്കാണ് ഞാൻ എത്തപ്പെടുന്നത്. ഒറ്റയടിക്ക് റോഡിലൂടെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് കയറിയിട്ട് മഹാവില്ലനാവുകയാണ്. ഭയങ്കര ഇൻ്റർവ്യൂസ് അന്നൊക്കെ ഒത്തിരി ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, സൂര്യ എല്ലാം ഒന്ന് ക്യൂ കിടക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ നാന എല്ലാവരും ഇവിടെ എറണാകുളത്ത് വന്നിട്ട് വിളിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോസ്റ്ററുകളിൽ എല്ലാം, പിന്നെ ഈ റിവ്യൂസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തോന്നി, ഓ കൊള്ളാം, ഇനിയിപ്പോൾ നമ്മളായിരിക്കും. അന്ന് സെറ്റിൽ തന്നെ പലരും പറയുമായിരുന്നു, ഇനിയിപ്പോൾ മലയാള സിനിമ ഒരു ബിനോയിലൂടെ കുറച്ച് കാലം പോകും എന്നൊക്കെ പറയുമായിരുന്നു. അതും നമ്മുടെ ഉള്ളിൽ വന്ന് എല്ലാം ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം മമ്മൂക്ക പറഞ്ഞ ആ ഒരു വാക്കാണ്. ഇപ്പം നിങ്ങൾ ആ ചോദിച്ചു വരുന്ന ആ പോയിന്റിലേക്ക് ഞാൻ എത്തപ്പെടുമ്പോൾ മമ്മൂക്ക ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അതായത് ഞാൻ എല്ലാവരും അങ്ങ് ബന്ധപ്പെടും. കാരണം എന്നെക്കൊണ്ട് അവർക്ക് ആവശ്യമൊന്നുമില്ല. ഞാനില്ലെങ്കിലും വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേറൊരാൾ വെച്ച് ചെയ്യും. എനിക്കാണ് അവരെ വേണ്ടത്. എനിക്കാണ് സിനിമ ആവശ്യം. ബിനോയ് ചേട്ടനായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പം അതിൻ്റെ മാറ്റവും വരുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പൃഥ്വിരാജ് സിനിമ ചെയ്താലും, അല്ലെങ്കിൽ ആൻഡ്രോ ജോസഫ് സിനിമ ചെയ്താലും, അല്ലെങ്കിൽ ലിസ്റ്റർ സ്റ്റീഫൻ സിനിമ ചെയ്താലും, അല്ലെങ്കിൽ ബി രാകേഷ് സിനിമ ചെയ്താലും, അല്ലെങ്കിൽ നമ്മുടെ ടോമിച്ച മുളകുപാട് സിനിമ ചെയ്താലും, ഗോകുലം ഗോപാലൻ്റെ സിനിമ ചെയ്താലും, അല്ലെങ്കിൽ ചിപ്പി രഞ്ജിത്ത് സിനിമ ചെയ്താലും, ആര് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സിനിമയിലേക്ക് നമ്മൾ വിളിച്ച് ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മളെ ഓർക്കുന്നത്. കാരണം ഒന്നാമത് സിനിമയുടെ ആ ഒരു ബിൽഡപ്പിൽ ഒരു വ്യക്തിയെ ഓർക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അയാളെ ഓർക്കണമെങ്കിൽ അയാളൊരു ജഗതിയായിരിക്കണം, അയാളൊരു നെടുമുടി വേണുമായിരിക്കണം, അല്ലെങ്കിൽ അയാളൊരു ഇന്നസെൻ്റ് ആയിരിക്കണം. ഇവരെ ഓർക്കും. ഒരു ജഗതി. കാരണം ജഗതിക്ക് മാത്രമേ ആ വേഷം കഴിയൂ, അല്ലെങ്കിൽ നെടുമുടി വേണുച്ചേട്ടന് മാത്രമേ ആ വേഷം കഴിയൂ, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ചേട്ടന് മാത്രമേ അദ്ദേഹം ചെയ്യുന്ന വേഷം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് സത്യനന്ദിക്കാട് സാർ ഒരിക്കൽ പറഞ്ഞത്, ഞാനിപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും എഴുതാത്തത് അവരില്ല. കാരണം അത് തന്നെയാണ്. കാരണം ആ ഭാഗം അത് നല്ലതായിപ്പോയി. സത്യൻ സാറൊക്കെ ആകെ പ്രശ്നത്തിലാണ്. കാരണം മലയാളത്തിൻ്റെ മഹാപ്രതിഭകളെല്ലാം ഇല്ലാതെയായിപ്പോയി. കാരണം സത്യൻ സാറിൻ്റെ ഏത് പടം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിഭകളുടെ മിന്നലാട്ടമാണ്. എന്താണ് ഇപ്പം തന്നെ ഇന്നലെ ഞാൻ മിഥുനം എന്ന് പറയുന്ന സിനിമ കണ്ടു. മിഥുനത്തിൽ ആ ഒരു ഷോട്ടുണ്ട്, ഒരു കൂടോത്രം ചെയ്യുന്നിടത്തുനിന്ന് ജഗതി ഈ തേങ്ങ എറിഞ്ഞു പൊട്ടിക്കുന്നു. അവിടെ വർക്ക് ചെയ്യുന്നത് ജഗതി, ഇന്നസെൻ്റ്, മോഹൻലാലേട്ടൻ, ഉർവശി, മീന ചേച്ചി, നെടുമുടി വേണു, ഇങ്ങനെ മഹാരഥന്മാരും മഹാരഥകളുമാണ്. ആ തിക്കുറിശി സുകുമാരൻ ചേട്ടൻ ആ ഒറ്റ ഷോട്ടിൽ മിഥുനത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അവരില്ലെങ്കിൽ ആ സിനിമ ഇല്ലല്ലോ, മിഥുനം ഇല്ല. അങ്ങനെയാണ് ഓരോ സിനിമകൾ. അത് ശ്രീനിവാസൻ ചേട്ടൻ